നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. വയനാട് ജില്ലയിൽ ഒരു ഉരുൾപൊട്ടലും അതേപോലെ മണ്ണൊലിപ്പൊക്കെ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറയുണ്ടായി, ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടും അതുപോലെ കസ്തൂരി രംഗൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കിയത് നന്നായിരുന്നു എന്നൊരു അഭിപ്രായം ഞാൻ പറയുണ്ടായി. പൊതുവെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, ഇപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുന്നതാണ്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾക്കും ക്ലിയർ ആണ്. പക്ഷേ ചില ആളുകൾക്ക് അത് അത്രയും കൊണ്ട് ക്ലിയർ ആയില്ല. എൻ്റെ മെസ്സഞ്ചറിലെല്ലാം വന്ന് ചോദിക്കുകയുണ്ടായി, ഈ ഗാഡ്ഗിൽ എന്തിനടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത്, ഈ റിപ്പോർട്ടിലൊക്കെ വല്ല കഥയുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായി. ഗാഡ്ഗിൽ എന്താണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞത്, എന്തുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ അതിനെ എതിർത്തു, എന്തുകൊണ്ട് സർക്കാർ അന്ന് ആ നിലപാടെടുത്തു എന്നുകൂടി അറിഞ്ഞിട്ട് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കൊള്ളണോ തള്ളണോ എന്നുള്ളത് തീരുമാനിക്കാം. വയനാടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടലും അതേപോലെ മണ്ണിടിച്ചിലൊക്കെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഭാവിയിൽ എവിടെയൊക്കെ ഉണ്ടാവാം എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പ്രദേശം എത്രമാത്രം സേഫാണ് എന്ന എല്ലാ കാര്യങ്ങളും ഇനി ഒരു സംശയത്തിനിട നൽകാത്ത രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അതായത് നമ്മൾ ഒരു സ്ഥലം പരിസ്ഥിതി ലോല മേഖലയാണോ, അതായത് എൻവിറോൺമെൻ്റൽ സെൻസിറ്റീവ് ഏരിയ, പരിസ്ഥിതി ലോല മേഖലയാണോ എന്ന് തിരിച്ചറിയുന്നത് പല തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടാണ്. അതെല്ലാവർക്കും അറിയാം. അതായത് അവിടെയുള്ള ആ പ്രദേശത്തെ, ആ പഞ്ചായത്ത് ആയിക്കോട്ടെ, ആ വാർഡിലായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു പ്രദേശമായിക്കോട്ടെ, അവിടുത്തെ ജലം, അതേപോലെ അവിടുത്തെ മണ്ണ്, അവിടുത്തെ പാറ, അവിടുത്തെ വായു, അതിൻ്റെ ജലത്തിൻ്റെ ബാഷ്പീകരണം, ഇപ്പോൾ എത്ര മഴ വരുന്നു, അത് എത്ര വെള്ളം പുഴയിൽ എത്തുന്നുണ്ട്, അതൊക്കെ അറിയാൻ ഇവിടെ റെയിൻ ഗേജ് ഒക്കെ എല്ലാ സ്ഥലങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട്, ഇപ്പോഴൊന്നുമല്ല. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ വെള്ളം, അതിന് കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് എത്ര വെള്ളമാണ് ഇപ്പോൾ പുഴയിൽ ഇതുവരെ ഒഴുകിപ്പോയിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പുഴയിലെ അളവ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ വർഷങ്ങളോളം വന്നിരിക്കുന്ന മഴയും പുഴയിൽ വന്നിരിക്കുന്ന വെള്ളവും ഇത് തമ്മിലുള്ള ഒരു കാൽക്കുലേഷനൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയെന്നുള്ളത് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അത് അവർ ആ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്നു. അതായത് ഒരു പഠനം നടത്തുമ്പോൾ നമ്മൾ 3 തരത്തിലുള്ള പരിതസ്ഥിതി ചിന്തിക്കണം. പ്രകൃതിദത്ത പരിതസ്ഥിതി ചിന്തിക്കണം, മാൻമെയ്ഡ് പരിതസ്ഥിതി, മനുഷ്യനിർമ്മിത പരിതസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കണം, സോഷ്യോ കൾച്ചറൽ പരിതസ്ഥിതി ചിന്തിക്കണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചൂരൽമല അല്ലെങ്കിൽ മേപ്പാടി, ഈ ഇപ്പോൾ നടന്നിരിക്കുന്ന മുണ്ടക്കൈ, ഈ പ്രദേശത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ കൂടുതൽ സ്ഥലങ്ങൾ എടുക്കുകയും കൂടുതൽ മരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് വെറുതെ പഠിക്കുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ പേരിലുള്ളൊരു സ്ഥലമാണ്, അവിടെ ഇപ്പോൾ എത്ര മരങ്ങൾ വെട്ടാനും ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറ്റും. പക്ഷേ ഈ പ്രകൃതി ലോല പരിസ്ഥിതിയിൽ വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മരങ്ങളെല്ലാം വെട്ടി നമ്മളിപ്പോൾ കാപ്പി കൃഷിയോ അങ്ങനെ മറ്റൊന്നും വല്ലതും ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വെട്ടിയതിന് ശേഷമുള്ള ആ ഒരു വേര് ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും. ഇത് ഇപ്പോൾ 1980-ലാണ് നിങ്ങൾ മരമൊക്കെ വെട്ടി അവിടെ വേറൊരു സംഭവം, ഒരു കൃഷി നിങ്ങൾ ഇറക്കിയതെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇതിൻ്റെ ഈ എഡ്ജ് കുറേ വർഷങ്ങളെടുത്ത് ഇത് ദ്രവിക്കുന്നു. ഇത് ദ്രവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പാറയും കൂടുതലും പാറയാണ്, ഈ പാറേൻ്റെ മുകളിൽ മണ്ണ്, ഇതിൻ്റെ മുകളിലാണ് നമ്മളെല്ലാ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാറേൻ്റെ മുകളിലുള്ള ഈ ഇതിൽ സ്പേസ് വരികയും അവിടെയൊക്കെ വെള്ളം നിറയുകയും ഈ മണ്ണും പാറയും തമ്മിലുള്ളൊരു ബന്ധം അവിടെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഒരു എൻവയോൺമെൻറ്റ് സെൻസിറ്റീവ് ഏരിയയിൽ, പ്രകൃതി ലോല പരിസ്ഥിതി ഉള്ള സ്ഥലങ്ങളിൽ 600 mm മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ഉരുൾപൊട്ടലോ മണ്ണൊലിപ്പോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പാറേൻ്റെ മുകളിലുള്ള മണ്ണിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ അതങ്ങോട്ട് പും എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറ്റും. ഇതാണ് സംഭവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയാലും ഒരു മുൻകൂട്ടി അവർക്കൊരു ഇൻഫർമേഷൻ കൊടുത്തു തോന്നും. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും റെയിൻ ഗേജ് ഉണ്ട്, അവർ റെയിൻ മീറ്റർ വെക്കുന്നുണ്ട്, അവർക്കറിയാം മഴ എത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ വയനാട് തന്നെ ഒരു 50 സ്ഥലത്തോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 6 മണി വരെ 360 mm മഴ ഏറ്റവും കിട്ടി. അപ്പോൾ അതായത് ഇനി രാത്രി ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ഈ 600 എന്ന് പറഞ്ഞാൽ 600 mm മഴയിലേക്ക് വരും. അതുകൊണ്ട് ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ മെമ്പറൊക്കെ ആളുകളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടുന്ന് രക്ഷപ്പെട്ടു പോയ ആളുകൾ രാത്രിയൊക്കെ പോയി എന്ന് പറയുന്നവർ പറയുന്നുണ്ട്. ഞങ്ങളത്
മറ്റുള്ളവരെ വിളിച്ചിരുന്നു, അവർ വന്നില്ല, അവർ വീട്ടിൽ തന്നെ നിൽക്കുക, ഇത് രാത്രിയിൽ മഴയൊന്നും പെയ്യില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇൻഫോം ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ഇൻഫോം ചെയ്തിട്ടുണ്ട്. കേരളവും അതിനനുസരിച്ച് നടപടി എടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല ആളുകളോടും ഇനി രാത്രി അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചില ആളുകൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. പക്ഷേ സംഭവിച്ചത് വൈകുന്നേരം 6 മണിക്ക് ശേഷം 240 mm മഴ വളരെ ശക്തമായി പെയ്തപ്പോഴാണ് ഈ 600 mm ഇതിലേക്ക് വന്നപ്പോൾ, ഏവറേജാണ് ഈ പറയുന്നത്, അവിടെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ശരി, ഇത് എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കണമെന്നില്ല. ഇതുപോലുള്ള മേഖലയിലാണ് ഇത് സംഭവിക്കുക. അതേപോലെ തന്നെ 600 mm മഴ എന്നല്ല, അതിപ്പോൾ ഒരു 6 ദിവസം കൊണ്ട് ഇങ്ങനെ കുറച്ചായിട്ട് മഴ പെയ്താൽ ഇത് ഓക്കെയാണ്. കാരണം അതൊരുവിധം പിടിച്ചു നിൽക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരങ്ങൾ മുറിച്ച് കൂടുതലായിട്ട് പ്രകൃതിക്ക് ഒരു പണി കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെയാണ് ഈ കോറി പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റുന്നു എന്നുള്ളതാണ് ഈ സ്റ്റഡീസ് വരുന്നത്. പരിസ്ഥിതിക്കുള്ളൊരു ഏറ്റവും നല്ല എക്സാമ്പിളാണ് കുളങ്ങൾ, പുഴകൾ, അതുപോലുള്ള തോടുകളൊക്കെ എങ്ങനെയാണ് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പം എന്താണ്. ഇതാണ് ആ പഠനത്തിൽ വരുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പ്രധാനമായിട്ടും നോക്കുന്ന വേറൊരു കാര്യമാണ് ഒരു ഭൂമിയുടെ കിടപ്പ്. ഒരു കയറ്റം ഒരു 22 ഡിഗ്രി ആണ് അതിൻ്റെ ചെരുവെങ്കിൽ അത് ഒരുവിധം ഓക്കെയാണ്. പക്ഷേ 22 ഡിഗ്രിയിൽ കൂടുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ കൂടുന്നത്. അപ്പോൾ അതുകൂടെ പരിഗണിച്ചിട്ടാണ് ഇവർ പരിസ്ഥിതി ലോല മേഖല തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2019 പ്രളയം ഉണ്ടായപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നത് ഈ സോയിൽ പമ്പിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് സോയിൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ഇതേപോലെ വെട്ടിമാറ്റപ്പെട്ട മരത്തിൻ്റെ അടിയിലുള്ള ഭാഗങ്ങൾ ദ്രവിച്ച് അവിടെ വെള്ളം കയറുകയും അത് പിന്നീട് ഇതുപോലുള്ള മേഖലകളിലും അവിടുത്തെ മണ്ണിൻ്റെ നിലവാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് പമ്പ് ചെയ്ത് വരുന്ന അവസ്ഥയാണ് ഈ സോയിൽ പമ്പിംഗ് എന്ന് പറയാം. ഇത്തരം സ്ഥലങ്ങളിൽ എപ്പോഴും മണ്ണിടിച്ചലോ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് സത്യം. രണ്ടാമത്തത് മാൻമെയ്ഡ് എൻവയോൺമെൻറ്റാണ്. അതായത് ഈ പുതുതായിട്ട് വരുന്ന പട്ടണങ്ങൾ, ഇതെല്ലാം എങ്ങനെയാണ് പ്രകൃതിക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റഡീസ്. അതോടൊപ്പം വരുന്നതാണ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്. അതായത് ഒരു സ്ഥലത്ത് എത്ര ജനസംഖ്യയുണ്ട്, ഓക്കെ, അവിടെ മണ്ണ് വളരെ മോശമാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സാധ്യത നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കൂടി അതോടൊപ്പം അവിടെ എത്ര ജനസംഖ്യയുണ്ട്, അവിടെ എത്ര കോറികളുണ്ട്. മാധവ് ഗാഡ്ഗിൽജിയെ ഇവിടേക്ക് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം, അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ മഹാരാഷ്ട്രയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വന്നതല്ല. ഇവിടെ ലോകം മുഴുവൻ തന്നെ നടത്തിയ, അതായത് ഭൂമി ഒഴുക്കം അല്ലെങ്കിൽ പ്രളയം, ഇതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ചില ആളുകൾ എടുത്തിരുന്നു. അപ്പോൾ അത് പ്രകാരം അവർ പറയുകയുണ്ടായി 20 ഹോട്ട്സ്പോട്ടുകൾ പറഞ്ഞു. അതിൽ 5 ഹോട്ട്സ്പോട്ടിൽ ഒന്നാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഭാഗം. അതായത് നമ്മുടെ ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള ഈ അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഭാഗം. പശ്ചിമഘട്ടത്തെ എത്രയും പെട്ടെന്ന് നമ്മൾ സംരക്ഷിക്കണമെന്നും അല്ലെങ്കിൽ നമുക്ക് ഭൂമി ഒലുക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അവിടെ പലതരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മീഷനെ വിടുകയുണ്ടായി. അവിടെ എന്താണ് ഇത്, ഒരു വിഷയം ഉണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടല്ല, അത് എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാമെന്ന്. അങ്ങനെയാണ് ഈ മാധവ് ഗാഡ്ഗിൽജി എന്ന് പറയുന്ന ഇത്രയും അറിവുള്ളൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഇദ്ദേഹം ഗോവ മുതൽ ഇവിടെ വരെയുള്ള 1480-1500ഓളം കിലോമീറ്റേഴ്സ് ഇയാൾ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിലും നോക്കിയപ്പോഴാണ് ഇപ്പോൾ കൊങ്കൺ മേഖല, മൊത്തം കേരളത്തിൻ്റെ 600 കിലോമീറ്റർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം റിസ്ക് ഫാക്ടറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ചില പ്രത്യേക മേഖല, പ്രത്യേക ഇത് മനസ്സിലാക്കി നമുക്ക് ആ ഏരിയയിലെ ആളുകളെ ഒന്നുകൂടെ സേഫാക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിനു വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ ഒരു 25ഓളം സ്പോട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ പറയാം. ഇപ്പോൾ മണ്ടക്കൽ, പനത്തടി, എനിക്ക് തോന്നുന്നു ഈ പാണത്തൂർ, ഈ കാസർഗോഡ് ജില്ലയിലെ പാണത്തൂർ ആ ഏരിയയിലാണെന്ന് തോന്നുന്നു. കാരണം ഇത് 2013 നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം പഠിക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ചൊക്കെ, അന്ന് വിവാദമൊക്കെ ഉണ്ടായ സമയത്താണ് ഈ വിഷയമൊക്കെ ഒന്നുകൂടെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അത്രയും കൊണ്ട് 100% ഓർമ്മ വരുന്നില്ല. എന്നാലും ഏതാണ്ട് കണ്ണൂരിൽ പൈതൽ മല, ആ ഭാഗം, കുടിയൻമല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതേപോലെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട്, അതേപോലെ കുറ്റ്യാടിയുടെ ആ ഒരു, കുറ്റ്യാടിയല്ല, അവിടുന്ന് വയനാട്ടിലേക്ക് പോകുന്ന ആ പെരിയ, ആ ഒരു ഏരിയ വരും. വയനാട് ഈ പെരിയ, നൂൽപ്പുഴ, ആ ഒരു ഏരിയ, കൽപ്പറ്റയ്ക്ക് പോകുന്ന ഒരു ചെറിയ റോഡിൻ്റെ ആ സൈഡ് വരുന്നുണ്ട്. ചെറിയ രീതിയിൽ പനമരം വരുന്നുണ്ട്. അതേപോലെ മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിക്കുള്ള സൈഡിൽ ഒരു ചെറിയ ബ്രഹ്മഗിരി, തിരുനെല്ലി ആ സൈഡ് വരുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ മേഖലയാണ്, കുഞ്ഞു സ്ഥലങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അതോടൊപ്പം വയനാട് തന്നെ ഈ മേപ്പാടി, ചൂരന്മല, മുണ്ടക്കൈ ഏരിയ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ നിലമ്പൂരിൽ നിന്നും
വയനാട്ടിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പല ഭാഗങ്ങളും അവർ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അവർ പറയുന്നത് നിലമ്പൂർ മുതൽ മേപ്പാടി വരെയുള്ള ഈ മേഖല അതിൽ പല ഭാഗങ്ങളും റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ നമുക്ക് ഈ ഭൂചലനം വന്നിരിക്കുന്നതൊക്കെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന റിസ്ക് ഫാക്ടർ ഉള്ള സ്ഥലത്തു നിന്നാണ്. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ ഏലമലക്കാടുകൾ വരുന്നുണ്ട്. ഈ ഏലമലക്കാടിലാണ് നമ്മൾ ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇഷ്യൂ ഒക്കെ. നമുക്ക് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. മുല്ലയാർ, പെരിയാർ എന്നീ നദികളുടെ പേര് ഒരുമിച്ച് ചേർത്തിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന സംഭവം ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ ഇതിന് 2011 എനിക്ക് തോന്നുന്നു 2011 നവംബർ 24 ഒരു 3.4 തീവ്രതയിൽ അവിടെ ഒരു ചെറിയ ഭൂമികുലുക്കം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 30 കിലോമീറ്റർ ദൂരം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ നമുക്കൊരു തലവേദനയായി വരുന്ന 1961 മുതലാണ്. അവിടെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ ആ സമയം മുതലാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ച് കൂടുതലായിട്ട് ആളുകൾ ഡിസ്കഷനിലേക്കൊക്കെ വരുന്നത്. ശരി, ഈ മുല്ലപ്പെരിയാർ ഡാം എത്രയും പെട്ടെന്ന്, കാരണം 1995 തുടങ്ങിയ മുല്ലപ്പെരിയാർ 60 വർഷമാണ് അതിൻ്റെ കണക്കൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വർഷമൊക്കെ പിന്നെയും 60 വർഷം പിന്നെയും കഴിഞ്ഞു. ഇപ്പോഴും അത് നോട്ട് ഔട്ടായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം 136 അതിൻ്റെ അടി. അത് പിന്നീട് 142 ആക്കി. തമിഴ്നാട് പറയുന്നത് 152 ആക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവർ വീണ്ടും ഹൈറ്റ് കൂട്ടാനാണ് പറയുന്നത്. നമുക്കാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചുള്ള അതൊരു ടെൻഷനാണ്. അതെല്ലാം കൂടെ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ഭൂമികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാം തകരുമോ എന്ന പേടി നമുക്കുണ്ട്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ തുടക്കം നല്ല എല്ലാ നേതാക്കന്മാരും എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് നല്ലൊരു സമരം കാഴ്ചവെച്ചതായിരുന്നു. പക്ഷേ ഈ പണി പാളിയത് എവിടെയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്തുള്ള അവിടുത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത മേഡം പറഞ്ഞു, ഇനിയും മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് ഇവിടെ സമരം ചെയ്യുകയാണെങ്കിൽ ഈ കേരളത്തിൽ ഇപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരുപാട് സ്വത്തുക്കൾ തമിഴ്നാട്ടിലുണ്ടത്ര. എനിക്കറിയില്ല, അവർ അന്ന് ആ സമയത്ത് പറഞ്ഞതാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ജനങ്ങളെ മുന്നിൽ വയ്ക്കുന്നതാണ് പറഞ്ഞത്. കാരണം പലപ്പോഴും ഇവിടുന്ന് ഏതെങ്കിലും രീതിയിൽ അഴിമതിയോ തട്ടിപ്പോ തരികിടയൊക്കെ നടത്തുമ്പോൾ കേരളത്തിൽ സ്ഥലം വാങ്ങിയിടാതെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഭാര്യൻ്റെയോ ഭർത്താവിൻ്റെയോ മോളെയോ മോൻ്റെയോ ഒക്കെ പേരിൽ നമ്മൾ വാങ്ങുന്നത് ഒന്നുകിൽ കർണാടകയിലാണ് അല്ലെങ്കിൽ തമിഴ്നാടാണ്. അപ്പം ആ സർക്കാരുകൾ അത് കൃത്യമായിട്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുത്തെ ഏതൊക്കെ MLA-മാർക്ക്, ഏതൊക്കെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ ഇത് പുറത്തു വിടുന്നു അവർ പറഞ്ഞു. ഇത് മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലെ പല കോടീശ്വരന്മാർ പല കാര്യങ്ങൾക്കും ഈ ഇവിടുത്തെ നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ തെളിവ് വരെയിലുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. അപ്പോൾ ഇനിയും മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ സമരത്തിനിരുന്നാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ജനങ്ങളെ മുന്നിലേക്ക് വിടുന്നു പറഞ്ഞു. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ് നിങ്ങൾ മകൾ ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ വേണ്ടിയിട്ട് ഈ സാധനം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരിത് പറയൽ ഉടനെ തന്നെ മുഴുവൻ സമരക്കാരും എല്ലാ നേതാക്കന്മാരും തിരിച്ചു പോകണ്ടായി. എനിക്ക് തോന്നുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് തന്ന നേതാക്കന്മാർ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെട്ടെന്ന്. ഇപ്പോൾ ആരും മുല്ലപ്പെരിയാർ എന്നുള്ള വാക്കേ പറയാറില്ല. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ സ്വത്ത് ഡീറ്റെയിൽസൊക്കെ അവർ കൊടുക്കുമോ, അവരുടെ മുമ്പ് ചെയ്ത അഴിമതിയൊക്കെ പുറത്തു വരുമെന്ന് പേടിച്ചിട്ടാണ് ഇപ്പോൾ ആരും മുല്ലപ്പെരിയാറിന് മിണ്ടാത്തത്. അതുപോലെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വെള്ളം പുതിയ ഡാം വന്നു കഴിഞ്ഞാൽ പുതിയ ഡാം ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ കാലതാമസത്തൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം അവരിതിനെ എതിർക്കുന്നത്. പക്ഷേ ഒരു ചെറിയൊരു തുരങ്കത്തിലൂടെയൊക്കെ വേണമെങ്കിൽ വെള്ളം അവിടേക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള പല സജഷൻസ് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഇടുക്കി ഡാമിൽ വെള്ളം ശേഖരിക്കുക, അങ്ങനെയൊക്കെ അവർക്ക് വെള്ളം അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അതൊന്നും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പാലക്കാട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ സൈലൻറ്റ് വാലി ഏരിയ, മണ്ണാർക്കാട് ആ ഏരിയ, അതോടൊപ്പം അട്ടപ്പാടിയിലെ എനിക്ക് തോന്നുന്നു ഷോളയാർ പഞ്ചായത്തിലാണെന്ന് തോന്നുന്നു ഡാമിനുമായി ബന്ധപ്പെട്ട ചില സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പറമ്പിക്കുളം, നെല്ലിയാമ്പതി ആ ഒരു ഏരിയ വരുന്നുണ്ട്. തൃശ്ശൂർ സൈഡിലേക്ക് വരികയാണെങ്കിൽ പീച്ചി, ഇപ്പോൾ എറണാകുളം സൈഡിലേക്ക് വരികയാണെങ്കിൽ പൂയംകുട്ടി, തട്ടേക്കാട്, ഇടമലയാർ ആ ഏരിയ വരുന്നുണ്ട്. അതായത് കോതമംഗലത്തു നിന്ന് ഒരു 26 കിലോമീറ്റർ വരുന്ന ആ ഒരു ചെറിയൊരു മേഖല പറയുന്നുണ്ട്. അത് റിസ്ക് ഫാക്ടർ ഉള്ള സ്ഥലങ്ങളാണ് അവർ പറയുന്നത്. മൂന്നാർ, ഇരവികുളം, ചിന്നാർ ഭാഗമുണ്ട്. അതേപോലെ തന്നെ മൂന്നാർ, ഇരവികുളം, ചിന്നാർ ഭാഗത്ത് ഒരു ഭൂകമ്പ സാധ്യത അതുപോലെ മുമ്പ് അവിടെ ഉണ്ടായതാണ്. ഇതിൻ്റെ കുറേ വർഷം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും നമുക്ക് പെട്ടിമുടി ഈ ഏരിയ ഒക്കെ അവർ റിസ്ക് ഫാക്ടറിൽ നേരത്തെ പറഞ്ഞ സാധനമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുഭവിച്ചതുമാണ്. അപ്പം ഈ സ്ഥലങ്ങളും വളരെ റിസ്ക് ഫാക്ടറാണെന്നും അവിടെ അനധികൃത കെട്ടിടങ്ങളൊക്കെ ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവിടെ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് പത്തനംതിട്ടയിലെ റാന്നി, കോന്നി എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയും കുറച്ച് റിസ്ക് ഫാക്ടർ ആയിട്ടാണ് അവർ പറയുന്നത്. എല്ലാ ഏരിയ അല്ല, അതിൻ്റെ ചില ഭാഗങ്ങൾ അവർ റിസ്ക് ഫാക്ടറായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തോട്ടെ.
അതേപോലെ തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യമല എന്ന് പറയുന്ന ഒരു ഏരിയയും ഇതേപോലെ റിസ്ക് ഫാക്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ കൊല്ലം ജില്ലയിൽ തെന്മലയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി ഒരു സ്ഥലവും ഇതേപോലെ അവർ പോയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25ഓളം റിസ്ക് ഫാക്ടറുള്ള സ്ഥലങ്ങളിൽ അവർ പറയുന്ന അവിടെ നിർദ്ദേശം ഇതൊന്ന് പുതുതായിട്ട് കോറികൾ അനുവദിക്കരുത്. ഈ മലയൊക്കെ ഇടിച്ച് പാറ ഒട്ടിക്കുന്ന കോറി മാഫിയയ്ക്ക് പുതുതായിട്ട് അവസരങ്ങൾ കൊടുക്കരുത്. പുതുതായി വലിയ വലിയ കെട്ടിടങ്ങൾ ദാറ്റ് ഈസ് 20,000 സ്ക്വയർ ഫീറ്റ് ഒക്കെയുള്ള വലിയ കെട്ടിടങ്ങൾ പാടില്ല. പുതിയ ഹിൽ സ്റ്റേഷനുകൾ ദാറ്റ് ഈസ് പുതിയ റിസോർട്ടുകൾ പാടില്ല. അതേപോലെ റോഡ് ഉണ്ടാക്കിക്കോ, അത് പ്ലെയിനായ സ്ഥലത്ത് നിങ്ങൾ റോഡ് ഉണ്ടാക്കിക്കോ. മല ഇടിച്ച് റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ പരിസ്ഥിതി വകുപ്പിൽ നിന്നും നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചേ ചെയ്യാവൂ. ഇപ്പം നിലവിൽ പല സ്ഥലങ്ങളും നമുക്ക് മൂന്നാറടക്കമുള്ള പല സ്ഥലങ്ങളിലും ഗവൺമെൻറ് സ്ഥലം അടിച്ചു മാറ്റിയിട്ട് പല ആളുകളും പലതും ചെയ്തിട്ടുണ്ട്, കയ്യേറ്റം നടത്തി പലതും ചെയ്തിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. അതേപോലെ ഗവൺമെൻറ് സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കരുത്. ഗവൺമെൻറ് സ്ഥലം ആർക്കും കൊടുക്കണ്ട. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ സ്ഥലം ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ സ്ഥലം കൊടുക്കാറുണ്ട്. അത് ഈ ഹോട്ട്സ്പോട്ടിൽ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ അപ്പുറം പഞ്ചായത്ത് തന്നെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് അവിടെ ജനങ്ങൾക്ക് സ്ഥലം കൊടുക്കേണ്ടി വരും. അല്ലാതെ സർക്കാരായി അനുവദിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്ന ഒരിക്കലും സർക്കാർ സ്ഥലം പറ്റില്ല. അതോടൊപ്പം റെഡ് കാറ്റഗറി, ഓറഞ്ച് കാറ്റഗറിയിലുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ അനുവദിക്കരുത്. അതായത് തടിമില്ല്, ഇപ്പോൾ ഫാക്ടറികൾ, ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ വാഹനങ്ങൾ പൊളിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ജലവൈദ്യുത പദ്ധതികളാണെങ്കിൽ 3 മേഖലയായി തിരിച്ചിട്ടുണ്ട്. മേഖല 1 10 മെഗാവാട്ട് വരെയുള്ള വൈദ്യുതി പദ്ധതികളെ പറ്റൂ. മേഖല 2 10 മുതൽ 25 മെഗാവാട്ടിൻ്റെ വൈദ്യുത പദ്ധതികളെ പറ്റൂ. ഇപ്പം നമ്മൾ ഇവിടെ ആതിരപ്പള്ളിയിൽ തന്നെ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ഡാമിൽ 165ഓളം മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ റിപ്പോർട്ട് പ്രകാരം ആ ഡാമൊന്നും പറ്റൂല. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ഡാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പുഴകൾ തിരിച്ചുവിടാൻ പാടില്ല. കാരണം പലരും അവിടെ ഈ പുഴയൊക്കെ കയ്യേറി ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കണം. അവിടെ പുതുതായിട്ട് വരുന്ന നിർമ്മാണത്തിൽ പോലും എന്താണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി സിമെൻറ്റ്, കമ്പി, മണലൊക്കെ മാക്സിമം കുറയ്ക്കണം എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ മണ്ണിന് അതൊന്നും താങ്ങാനുള്ള ലെവലില്ല. ആ മണ്ണിനെ കുറിച്ച് അവർ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലാക്കിയൊരു കാര്യമാണത്. അതേപോലെ അവർ പറഞ്ഞു വെച്ചാൽ കൃഷി അവിടെ ഇനി മുതൽ ജൈവ കൃഷിയെ പറ്റുള്ളൂ. പരമാവധി രാസവളം കൃഷിയിൽ യൂസ് ചെയ്യരുത്. കാരണം രാസവളം യൂസ് ചെയ്യുമ്പോൾ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുന്നു. അതേപോലെ ഏകവിള കൃഷി പറ്റൂല. അതായത് ഒരു കൃഷി മാത്രമായിട്ടുള്ളതിനെയാണ് ഏകവിള കൃഷി എന്ന് പറയുക, നമുക്കറിയാം. അപ്പോൾ ഇനി മുതൽ ഏകവിള കൃഷി സർക്കാരിന് ഒരു കൃഷിക്കാർക്ക് ചെറിയ സാമ്പത്തികമൊക്കെ കൊടുത്തിട്ട് കഴിയുന്ന ജൈവ കൃഷിയിലേക്ക് വരണം എന്നൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ഇങ്ങനെ ഇവരുടെ വിവിധ തരം നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ മുന്നിൽ വെച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് PT തോമസ് എന്ന ഒരേ ഒരു നേതാവ് മാത്രമാണ് ഈ കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ജനങ്ങളോട് ഈ വിഷയം അറിയിച്ചത്. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പലർക്കും ടെൻഷനായിരുന്നു. അവർക്ക് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ലാൻഡ് പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കരുത്. സർക്കാരിൻ്റെ ഭൂമി പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കരുത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ സർക്കാരിൻ്റെ ലാൻഡൊക്കെ പലരും അടിച്ചു മാറ്റലും ഇതൊക്കെയാണ്. ചെറിയ പൈസയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ചില ആളുകളെയൊക്കെ സ്വാധീനിച്ച് 100 കൊല്ലം 200 കൊല്ലം എന്നൊക്കെ എഴുതി വാങ്ങിക്കൂ. അപ്പോൾ സർക്കാരിൻ്റെ ലാൻഡ് ഇനി പ്രൈവറ്റ് വ്യക്തികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പല ആളുകൾക്കും ഭയങ്കര വിഷമമായി. കോറി ഉടമകൾ ഇളകി. കാരണം പുതുതായിട്ട് കോറിയില്ല, നിലവിലുള്ള കോറിനെ ചിലപ്പോൾ അടച്ചു കൂട്ടുമെന്നുള്ള പേടി വന്നു. റിസോർട്ട് ഉടമകൾ ഇളകി, അവർക്ക് പ്രശ്നമായി. പിന്നെ മൂന്നാറിലൊക്കെ കുടിയൊഴുപ്പ് ഉണ്ടാവുമെന്ന് പേടിച്ചു. അപ്പോൾ ഇത്തരം ആളുകൾ സർക്കാരിലും അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളിലേക്കും പോയി. പക്ഷേ ജനങ്ങളോട് ഇപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജനങ്ങളെ വളരെ ബുദ്ധിപരമായി പറ്റിച്ചു. ജനങ്ങളോട് പറഞ്ഞു, ദേ നോക്ക്, ഇനി ഇവിടെ ഇതൊന്നും ജനവാസയോഗ്യ കേന്ദ്രമല്ല. മാത്രമല്ല അതിലൊരു വാക്ക് പറയുന്നുണ്ട്, ആനയ്ക്കായാലും മറ്റ് മൃഗങ്ങൾക്കായാലും പോകാനുള്ള വഴി അവരുടെ മുൻകാലങ്ങളിൽ അവർ സ്ഥിരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴി കൊടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഈ വഴി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റോഡാണ്, നമുക്കിനി റോഡ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ചു. ഇത് കേട്ടപ്പോൾ ജനങ്ങൾ ഇളകി. അതായത് ഇനി നമ്മളെ ഒന്നും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കൂല, നമ്മുടെ സ്ഥലത്തിനൊന്നും ഇനി വിലയുണ്ടാവില്ല, നമുക്കൊന്നും ഇനി വായ്പ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതേപോലെ കൃഷിക്കാരെ പറഞ്ഞ് പീഡിപ്പിച്ചു. കാരണം വെച്ചാൽ ഇനി ജൈവ കൃഷിയെ പറ്റുള്ളൂ കേട്ടോ, രാസവളമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ വളരെ സ്ലോയിലായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. പക്ഷെ ആണെങ്കിൽ നല്ലതാണ് കുറച്ചുകൂടി. അപ്പം രാസവളം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ടായി. ഇങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാട് ഒറ്റപ്പെടുമെന്നും നമ്മളൊന്നുമില്ലാത്തവരായി മാറുമെന്ന് പേടിച്ച ജനത ഇതിനെതിരെ, ഈ റിപ്പോർട്ടിനെതിരെ ശക്തമായി പ്രതികരിച്ചു.
ഇതാണ് സംഭവം. യഥാർത്ഥത്തിൽ ജനങ്ങളെ ഇവർ വളരെ ബുദ്ധിപൂർവ്വം ഇളക്കി വിട്ടതാണ്. ഇവരുടെ പ്രശ്നം ഇവിടെ ജൈവ കൃഷി വരുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ സ്ഥലത്തിന് വില കുറയുന്നതൊന്നുമല്ല. ഇവരുടെ വിഷയം ഇവരുടെ അനധികൃതമായ പലതും അവിടെ നിന്ന് പൊളിച്ചു പോകും. ഇവരുടെ വിഷയം ഇപ്പോൾ പുതുതായിട്ട് വലിയ ബിൽഡിംഗ് പറ്റൂല എന്ന് പറയുമ്പോൾ ഇപ്പോൾ +2 കെട്ടിടമാക്കാൻ വിചാരിക്കുന്ന പല സ്കൂളും ഉണ്ട്. കാരണം പ്രൈവറ്റ് മാനേജ്മെൻറ്റിൽ +2 കെട്ടിടമൊക്കെ അനുവദിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ അതുമായി ബന്ധപ്പെട്ടവർക്ക് കിട്ടുക. വാങ്ങുന്നതിനെ വാങ്ങും, എല്ലാവരും വാങ്ങുന്നില്ല കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പോൾ ഇനി മുതൽ വലിയ കെട്ടിടങ്ങളില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു നഷ്ടമുണ്ട്. അതേപോലെ നിലവിലുള്ള റോഡ് മല ഇടിച്ചുകൊണ്ട് ചെയ്യണ്ട, വീതി കൂട്ടണ്ട. നിലവിലുള്ള റോഡ് മല ഇടിച്ചുകൊണ്ട് വീതി കൂട്ടണ്ട എന്ന് പറയുന്നുണ്ട്. ഇതും പ്രശ്നമായി. യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് റിപ്പോർട്ടിൽ അതാണെങ്കിലും ഇത് അവരോട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ പറഞ്ഞു ഇനി റോഡൊന്നും വേണ്ടെന്ന് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം റോഡ് വേണ്ടെന്നല്ല പറഞ്ഞ്, പ്ലെയിനായിട്ടിരിക്കുന്ന സ്ഥലത്ത് ഓക്കെ, പക്ഷേ ഒരു ഭാഗത്ത് മലയാണുള്ളതെങ്കിൽ മല ഇടിച്ചു കൊണ്ടുള്ളത് വേണ്ട. ഇനി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പരിസ്ഥിതി ലെവലിൽ നിന്നും നിങ്ങളൊരു റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്നൊക്കെ പറയുമ്പോൾ ഇനി അപ്പോൾ ആളുകളോട് ഇവർ പറഞ്ഞു ഇനി മുതൽ ഇവിടെ നാട്ടിൽ ഒരു വികസനം പ്രതീക്ഷിക്കേണ്ട കേട്ടോ. ഇങ്ങനെ ഒരാൾ എവിടുന്നോ വന്നിട്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾ കണ്ടില്ല ഇതാകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നാട്ടുകാരൊക്കെ ഇളകി. അങ്ങനെ എല്ലാം കൂടെ ഈ റിപ്പോർട്ട് ഇതേവരെ പ്രാക്ടിക്കലാക്കിയിട്ടില്ല. ഇത്രയും കേട്ടപ്പോൾ സർക്കാരിന് ഒരു സ്ഥലത്ത് വോട്ട് ബാങ്ക്, അവരെ ടീമിൽ തന്നെയുള്ള ആളുകളുടെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുറേ പണക്കാരുടെ വേദനകൾ, ഇതെല്ലാം കണ്ടപ്പോൾ സർക്കാർ എന്ത് ചെയ്തു, ഇതെല്ലാം കൂടെ കർഷകരുടെ തലയിലിട്ടു. അല്ലെങ്കിൽ ഭാഗികമായി അത് വേണമെങ്കിൽ പ്രായോഗികമാക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് അദ്ദേഹം ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഈ 25 മേഖലകളിൽ ശക്തമായ മഴ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 600 mm മഴ ഒരു ദിവസം വരുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ കണ്ടിന്യൂസ്ലി മഴ വരികയാണെങ്കിൽ അതിന് ആ സമയത്ത് ആ സ്ഥലത്തെങ്കിലും എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം. ഇനിയും ചെയ്യാം, ഇനിയും അത് തന്നെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈ ഇവർ ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുക. അതേസമയം ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി തള്ളുകയാണ് ചെയ്തത്. അതേപോലെ വേണമെങ്കിൽ കർഷകരെ ടെൻഷൻ മാറ്റാനായിട്ട് എന്താണ്, കർഷകരോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ശരി ജൈവ കൃഷി എന്നുള്ള ഭാഗമൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യുന്നു, ഇയാൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ എടുക്കാം, അങ്ങനെയും ചിന്തിക്കാം. ഇവിടെ അതൊന്നും അല്ല നടന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഇതങ്ങ് എഴുതി തള്ളി. നേരെ പോയിട്ട് കോടതിയിലും അവിടെയൊക്കെ ചെന്ന് പറഞ്ഞു ഇയാളുടെ റിപ്പോർട്ട് ശരിയല്ല. കാരണം വെച്ചാൽ ജനവാസ മേഖലയിൽ ഇങ്ങനെ പരിസ്ഥിതി ലോല മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കരുത് കേട്ടോ, ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ലേ എന്ന് ചോദിച്ചു. ഇത് പരിസ്ഥിതി ലോല മേഖല തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളുണ്ടോ ജനങ്ങളില്ലേ നോക്കിയിട്ടല്ല, അത് ഏത് സ്ഥലത്തും അവിടെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇതാണ് സത്യം. പക്ഷേ അവിടെ ചെന്ന് പറഞ്ഞിരിക്കുന്നത് ജനങ്ങളുള്ള സ്ഥലത്തൊന്നും അങ്ങനെ പരിസ്ഥിതി ലോല മേഖല പറ്റൂല, എങ്കിൽ ഇങ്ങനെ ഭൂമികുലുക്കും അല്ലെങ്കിൽ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളങ്ങ് ഒലിച്ചു പോകും, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോൾ വേറെ ആർക്കും ഒന്നും വരാനില്ല. പിന്നെ പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ടവർ കരുതുന്ന വെച്ചാൽ അവർ സേഫാണ്. കാരണം അവർക്കിപ്പോൾ ഇനിയിപ്പോൾ കേരളം തന്നെ മൊത്തമായിട്ട് ഒലിച്ചു പോയതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വീടും ഇതൊക്കെയുണ്ട്, അവർക്ക് വിദേശത്തുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വിദേശത്തും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വീടും ബംഗ്ലാവൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കഷ്ടകാലത്തിന് നിങ്ങളുടെ സമയം അത്ര നല്ലതല്ലെങ്കിൽ നിങ്ങൾ വയനാടോ മൂന്നാറോ കാര്യമായിട്ട് ഒരു സന്ദർശനത്തിന് വരുന്ന സമയത്ത് ഇതേപോലെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയും മക്കളും നിങ്ങളടക്കം ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് പാവപ്പെട്ടവനെ മാത്രമേ ബാധിക്കൂ, സാധാരണക്കാരെ മാത്രമേ ബാധിക്കൂ എന്നുള്ള ചിന്ത അത്ര ശരിയല്ല. ഗാഡ്ഗിൽജി ഇവിടെ വരുമ്പോൾ 95 പേരാണ് കേരള സംസ്ഥാനം ഉണ്ടായ അന്നു മുതൽ ഈ ഭൂമിയുരുക്കത്തിൽ ഇതിലൊക്കെ മരിച്ചിരുന്നത്, പ്രളയത്തിലും മരിച്ചിരുന്നത്. അതേസമയം ഈ ഇവിടെ വരുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇപ്പോൾ അദ്ദേഹം റിപ്പോർട്ടിന് ശേഷം ഒരു 160 ആളുകളും പിന്നെയും മരിച്ചു. ഓക്കെ, 260. ഇപ്പോൾ ഈ ഒരൊറ്റ ദുരന്തത്തിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ആളുകളുടെ മരണത്തിലേക്കാണ് പോകുന്നത്. ഇതൊരു അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. ഇനിയെങ്കിലും ആ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ പറഞ്ഞ 25 സ്പോട്ടിലെങ്കിലും കണ്ടിന്യൂസ്ലി മഴ വരുമ്പോൾ സർക്കാർ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തുകൂടുക. അല്ലാണ്ട് അപ്പോൾ കേന്ദ്രം പറഞ്ഞു കേരളം പറഞ്ഞു ആര് പറഞ്ഞാലും നമുക്കറിയാലോ ഒരു നിശ്ചിത മഴയൊക്കെ അളക്കാനുള്ള എല്ലാ സംവിധാനം എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അത് നോക്കി ചെയ്യുക. മണൽ വാരിയാൽ പുഴ നശിക്കും, അത് പ്രകൃതിയെ ഭയങ്കര ബാധിക്കുന്നു. എങ്കിൽ മലയിടിച്ച് പാറ പൊട്ടിച്ചാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു തിയറി. അതേപോലെ നിങ്ങളിപ്പോൾ ഒരു ചെറിയൊരു വയലിൽ നിങ്ങളിപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ടുകൊണ്ട് വീടുണ്ടാക്കുകയാണെങ്കിൽ അത് പ്രകൃതിയെ ബാധിക്കുന്നതാണെന്ന് പറയുന്നു. ഓക്കെ, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ വലിയ മലയും ഇതൊക്കെ തുറന്നും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെ സ്വാഭാവികമാണ്. അവനവനനുസരിച്ചിട്ടാണ് അവനവൻ്റെ ലാഭത്തിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ വരുന്നത് കുറച്ചൊക്കെ. വയനാടുള്ള ബാണാസുര സാഗർ
ഡാം. ശരിക്കും പറഞ്ഞാൽ 38.5 ഹൈറ്റുള്ള ബാണാസുര സാഗറാണ്. ഈ ഡാം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ പലപ്പോഴും നമുക്ക് ഭൂമി കുലുക്കത്തിനും ഭൂചലനത്തിനും ഒക്കെ കാരണമായേക്കാവുന്നതാണ്. ഇവിടെ നിന്നല്ല. അപ്പോൾ ചൂരൽമലയിലായാലും അല്ലെങ്കിൽ മുണ്ടക്കയിലായാലും അതും അല്ലെങ്കിൽ പെട്ടിമുടിയിലായാലും കവളപ്പാറയിലായാലും ഇതെല്ലാം ഒരു തുടക്കമാണ്, ഇത് അവസാനമല്ല. ഭയം വേണ്ട, ജാഗ്രത മതി. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.